ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ ക്ഷേമത്തോടെ കൊണ്ടുവന്നല്ലോ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും വിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും നിയോഗത്തിലും നടക്കുവാൻ നിങ്ങൾക്ക് പ്രസാദം തോന്നണമേ. ആലത്തെയും പരിസരത്തെയും വിശദീകരിക്കണം. രാത്രി ഞങ്ങളുടെ ഹൃദയമായിട്ട് ഇടപെടണം. കർത്തൃകരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടൻ എന്ന നീ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ രാജകരങ്ങളിൽ സ്തുതിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് രാത്രിയിലെ വിവിധ ദിവസത്തോട് ചേർന്ന് പ്രിയ പാസ്പോർട്ട് കുടുംബത്തോട് ചേർന്ന് നിങ്ങളെല്ലാവരെയും കാണുവാനും വിളിച്ചു കൂട്ടായ്മയായിരിക്കാനൊക്കെ ലഭിച്ചതിന്റെ അവസരത്തിൽ കർത്താവിനെ സ്തുതിക്കും. ദാസൻ പരിചയപ്പെടുത്തിക്കൊണ്ട് അറിയാം അങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ ഒഫീഷ്യലിൽ ജോൺ പി തോമസ് എന്നാണ്. തിരുവല്ല വണ്ടിക്കുളമാണ് എൻ്റെ സ്വദേശം. എൻ്റെ ദിവസം 2ാമത്തെ തലമുറക്കാരനായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ഇന്നേക്ക് 50 വർഷത്തിന് മുമ്പ് എൻ്റെ പിതാവ് കർത്താവിനെ അറിയുവാനും പ്രധാന വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുവാനിടയെ ഇന്നും ശാരം ഫെലോഷിപ്പിൻ്റെ ശുശ്രൂഷനായി നിൽക്കുന്നു. നീ ഒരു സഹോദരിയാണുള്ളത്. നമ്മുടെ കുടുംബമായി ശാരോന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് വടക്കേന്ത്യയെ കുറിച്ചുള്ള ഒരു പ്രത്യേക ദർശനം വന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ ചില വർഷങ്ങളായിട്ട് വടക്കേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലും ഗുജറാത്തിലും ഡൽഹിയിലൊക്കെ ആയിട്ട് വേലയിലായിരുന്ന അവസരം ദാസനായിട്ട് ഒന്നിച്ച് 10 വർഷത്തിൽ പരമായിട്ട് നിങ്ങൾക്ക് തരുന്ന എല്ലാ നല്ല ആത്മീയ ബന്ധങ്ങൾക്കും ഒന്നിച്ചുള്ള എല്ലാ സഹകരണങ്ങൾക്കും കർത്താവിന് നന്ദി പറയുകയും ഇപ്രകാരം അവസരം ഒരുക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി തരണത്തിൽ രാത്രിയിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖലയിലൊക്കെ ഇന്നും സഹകരിക്കാൻ കർത്താവ് അവസരം തരുന്നു. ഞങ്ങളെല്ലാം ഒരു നാട്ടുകാരൊക്കെയാണ്. അതിസമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരാണ്. കർത്താവ് സിസ്റ്റർ ഞങ്ങൾക്ക് ഒരു ചർച്ചിലെ മെമ്പേഴ്സാണ്. പ്രിയ ബെന്നിയെ വളരെ വർഷങ്ങൾക്ക് ശേഷം കാണാനിടയായി. ബെന്നിയുടെ മദർ ചർച്ചിൽ എൻ്റെ പിതാവ് ശുശ്രൂഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ഒന്നിച്ച് കാണാനും ഇങ്ങനെ ഒരു ഫെലോഷിപ്പിൽ അവസരം ഒരുക്കപ്പെട്ടതിനാലും കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ രാജ്യത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം വരാൻ അവസരം ഒരുക്കി ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് ഇവിടെയുള്ള ശരണ സഭയോട് ചേർന്ന് ലഭിച്ചതിനായി ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു. ഇന്ന് രാത്രി നാം പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിശ്ചയമായും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും നമ്മൾ സംസാരിക്കുകയും ഇന്ന് രാത്രി എത്ര പേരും വിശ്വസിക്കുന്നുണ്ട്. വൈഫ് രഞ്ജിനി 3 കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി നൽകി. ഒരു മകനെ 2 പെൺമക്കൾ. അങ്ങനെ ഞങ്ങൾ വടക്കേന്ത്യയിലെ വേദിയിൽ ഇങ്ങനെ ഫെലോഷിപ്പിനോട് ചേർന്നായിരിക്കുന്നു. ഇപ്പോഴത്തെ അവിടെയുള്ള സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഒന്ന് വടക്കേന്ത്യയിൽ ഒരു റിവൈവൽ നടക്കാനായിട്ട് പ്രാർത്ഥിക്കണം. റിവൈവലുണ്ട്, റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ഒരു റിവൈവലിന് മുന്നോടിയായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിശ്ചയമായിട്ട് ഒരു ഉണർവ് വടക്കേന്ത്യ നടക്കുന്നത് വിശ്വസിക്കുന്നു. 2 വടക്കേന്ത്യ വേലയ്ക്ക് ഭാരം കൊണ്ട് വരുന്നില്ല. ശുശ്രൂഷ ചെയ്യാനും ജോലിക്കായിട്ടൊന്നും ആളുകൾ അധികം വരാത്ത ഒരു പശ്ചാത്തലമാണ് അവിടെ ഉള്ളത്. പല കാരണങ്ങളുണ്ട്. ആ സാങ്കേതികതയിൽ അവിടെയുള്ള പ്രവർത്തകരെ നിലനിർത്തുവാനും പുതിയ ആളുകളെയൊക്കെ കർത്താവ് തരാനും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ മറ്റ് മുഖവരോടൊന്നും പറയാതെ ഇത് രാത്രി ലഭിച്ച സമയത്തിൽ തിരുവചനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒന്നിച്ച് നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കാം. Let's turn our Bible to Epistle to Romans 4:17-23 ആണ് ഇന്ന് രാത്രി നമുക്ക് വായിക്കുന്ന വേദഭാഗം. റോമാലേഖനം 4-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്കുകൾ ഇന്ന് രാത്രി ചിന്തിക്കാനാണ് വായിക്കുന്നത്. 17 മുതൽ വായിച്ചാൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വായിച്ചാട്ടെ. നിന്റെ സന്തതി പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു പാടുന്നത്. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ പോയതും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാക്യത്തിനെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അടുത്ത ഭാഗം അവൻ വാക്തത്വം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്നും പൂർണ്ണമായി ഉറച്ചു. അടുത്തത് അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടെന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല. രാത്രി ചേർന്നാമേൻ പറയാമോ? ഹല്ലേലൂയ.
അവന് കടം കിട്ടുമെന്ന് എഴുതിയിരിക്കുന്നത് അബ്രഹാമിനെ വിചാരിച്ചു മാത്രമല്ല ഇവിടെയുള്ള ദൈവസഭയിൽ വിചാരിച്ചുകൂടെയാണ്. രാമൻ പറയാം നമ്മൾ വിചാരിച്ചു നമ്മളെ ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. യേശുവിന്റെ ശിശുമാരിൽ ഒരാളായിരുന്നു ദിദിമോസ് എന്ന തോമസ് അല്ലേ? അല്പം സംശയമുള്ളതാണ്. പുള്ളി ഇങ്ങനെ കണ്ട് മാത്രമേ വിശ്വസിക്കൂ അല്ലേ? ഏത് കാര്യം കണ്ട് മാത്രമേ വിശ്വസിക്കൂ. നമ്മൾ പറഞ്ഞാലൊന്നും അല്ലാതൊന്നും പുള്ളി വിശ്വസിക്കും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ കർത്താവിന്റെ പങ്കപ്പാടുകളൊക്കെ പുള്ളിക്ക് നേരിട്ട് കാണണം, അത് കണ്ട് ബോധ്യപ്പെട്ടാലേ പുള്ളി വിശ്വസിക്കും. പക്ഷെ അതേപോലെ കർത്താവ് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാം, നീ ഇന്ന് കണ്ടിട്ട് വിശ്വസിക്കും. നമുക്കറിയാൻ നോക്കി, അതുകൊണ്ട് ഞാൻ റെഫറൻസ് ഒന്നും എടുക്കുന്നത്, നീ ഇന്ന് കണ്ട് വിശ്വസിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹം ആ തലമുറയിലേക്ക് ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നമ്മിലേക്കും അത് എത്തിച്ചേർത്ത നിലയിലേക്ക് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായി വാഗ്ദത്തത്തിന്റെ ഉറപ്പായി നമ്മിലേക്കും അത് ഒഴുകിയെത്തിയതിനാൽ ഇന്ന് രാത്രി കർത്താവിനെ നമ്മൾ സൂക്ഷിക്കണം. അതിനുവേണ്ടി സന്ദർഭികമായ ആ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസത്താലുള്ള ദൈവീകരണം എന്നുള്ളതാണ് റോമാലേഖനത്തിന്റെ പ്രധാന ചിന്താവിഷയം. റൈച്ചസ്നസ് ബൈ ഫെയ്ത്ത്. വിശുദ്ധ പൗലോസ് AD 57-58 കാലഘട്ടത്തില് തന്റെ മൂന്നാമത്തെ മിഷൻ യാത്രയിൽ കൊരിന്തിൽ പാർക്കുന്ന കാലത്ത് താൻ എഴുതിയ ലേഖനമാണ്. അന്ന് താൻ റോമിലുള്ളവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ തന്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും അവരെ നേരിട്ട് കാണണം, അല്ലെങ്കിൽ അവർ പോകണം. ക്രിസ്തുദാസൻ അല്പം മുന്നേ അതിന്റെ ചില പരാമർശങ്ങൾ ഓർപ്പിക്കാനായിട്ട് ഇടയായിരുന്നു. ആ കപ്പലിൽ യാത്ര ചെയ്തതിനെ കുറിച്ചും ഓളങ്ങളും തിരമാലകളും ഒക്കെ വന്നു, കപ്പൽ ആടികളെയും നശിച്ചു. പക്ഷേ കപ്പൽ സഞ്ചരിച്ച ഒരൊറ്റ വ്യക്തിക്കും ഹാനി സംഭവിച്ചില്ല. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ തലയിലെ ഒരു മുടിനാരെങ്കിലും നിലത്ത് വീണെങ്കിൽ നമ്മുടെ കർത്താവിന്റെ പെർമിഷൻ വേണം. ഇതിനകത്ത് വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്നാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ആ ഒരു വിശ്വാസത്തോടെ തന്നെ ആയിരിക്കണം. അത് താൻ ആഗ്രഹിച്ച പോലെയുള്ള ഒരു യാത്ര ആയിരുന്നില്ലെങ്കിലും പക്ഷേ അവിടെ എത്തിക്കാമെന്ന് കർത്താവ് പറഞ്ഞില്ല. നേരത്തെ ദർശനത്തിൽ ആഗ്രഹിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ ആദ്യം. അത് എത്തിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം നമ്മുടെ ജീവിതം നിർവഹിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് ചെയ്തിരിക്കും. അത് ചെയ്യാതിരിക്കാനുള്ളത് മനുഷ്യനല്ല, വാക്കുമാറുവാനുള്ളത് മനുഷ്യനല്ല. രാത്രി നമ്മൾ ഉറപ്പോടെ വിശ്വസിക്കണം, നമ്മുടെ ബോഡി ഈസ് അൺചേഞ്ചിങ് ബോഡി. നമ്മുടെ കർത്താവ് മാറ്റമില്ലാത്ത ദൈവമാണ്. ആചാരത്തിന് സംഭവിക്കാത്തവനാണ്. കാലം മാറിപ്പോകും, ഋതുക്കൾ മാറിപ്പോകും, ഷാഡോ മാറിപ്പോകും, എല്ലാം മാറിപ്പോകും. പക്ഷേ അവർ ഗോഡ് സ്റ്റിൽ റിമെയിൻസ്. അല്ലേ, നമ്മുടെ ദൈവം അവിടെ തന്നെ. അല്ല, നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ ഇന്നലെയും എന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. മാറ്റമില്ലാത്ത ദൈവത്തെ എത്രയും നമ്മൾ സേവിക്കുന്നത്. താൻ ആഗ്രഹിച്ചതുപോലെ തനിക്ക് റോമിൽ എത്തിച്ചേരാനായിട്ട് കഴിയും. അതിനു മുന്നേ തനിക്ക് ദർശനം ഉണ്ടാകുന്നുണ്ട്, കർത്താവിനോട് സംസാരിക്കുന്നുണ്ട്. Acts 23:11 നമ്മളിങ്ങനെ വായിക്കുന്ന പോലെ ധൈര്യമായിരിക്കുക, ഈ യെരൂശലേമിൽ എന്റെ സാക്ഷിയായിരിക്കുന്ന പോലെ തന്നെ റോമിലും ഈ സാക്ഷിയാക്കാൻ പോവുകയാണ്. വലിയ സന്തോഷമല്ലേ? നമ്മുടെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം സബലീകരിക്കപ്പെട്ട് കാണുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ സ്വപ്നങ്ങളും നടക്കത്തില്ലെങ്കിലും ദർശനത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് നടക്കും. അപ്പോസ്തലപ്രവൃത്തി 28 അവസാന വാക്യങ്ങളിൽ നമ്മൾ വായിക്കൊണ്ട് എഴുതിയിരിക്കുന്നത്, താൻ കൂലിക്ക് വാങ്ങിയ ഭവനത്തില് 2 സംവത്സരം താമസിച്ച് തന്റെ അടുക്കൽ വന്നവരോടും താൻ സമീപിച്ചപ്പോഴും എല്ലാം കർത്താവിനെ വിഘ്നം കൂടാതെ പ്രസംഗിച്ചു, തടസ്സം കൂടാതെ പ്രസംഗിച്ചു. ആഗ്രഹത്തിന്റെ നിവൃത്തിയാണ് റോമിൽ വരുന്നതും തന്റെ ജീവിതത്തിന്റെ അവസാനവും എല്ലാം അവിടെ വെച്ച് സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഞാൻ മുഖവരങ്ങളിൽ ഒരല്പകാര്യം ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. റോമാലേഖനത്തില് 3 പ്രധാന ചിന്താ വിഷയങ്ങളുണ്ട്. അതൊന്ന് പരാമർശിച്ചിട്ട് വേഗം വായിച്ച വാക്യത്തിലേക്ക് വരാം. 3 പ്രധാന കാര്യങ്ങൾ റോമാലേഖനത്തിലെ പഠന വിഷയമാണ്. അതിന്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് വിശ്വാസത്തോടെ നീതികരണം എന്നുള്ളതാണ്, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്നുള്ളതാണെങ്കിലും 3 പ്രധാന വിഷയങ്ങൾ ഈ റോമാലേഖനത്തിലുണ്ട്. ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസ ജീവിതത്തിൽ ആദ്യമായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, തന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ ഉപദേശപരമായ ഡോക്ടറലായിട്ടുള്ള വിഷയങ്ങൾ കൃത്യമായി ഈ ഒരൊറ്റ ലേഖനത്തിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങണം. അപ്പൊ ഈ ലേഖനം ആ രീതിയിൽ എങ്ങനെ രക്ഷിക്കപ്പെടണം, സ്നാനത്തിന്റെ ആവശ്യകത എന്താണ്, പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം എന്താണ്, ആത്മീയ ആരാധനയുടെ മൂല്യം എന്താണ്,
എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, എങ്ങനെ ശരീരങ്ങളെ വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ പാപത്തിന്റെ വീണ്ടെടുപ്പ് തുടങ്ങി ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നിത്യത വരെയുള്ള എല്ലാ വിഷയങ്ങളും ക്രമീകൃതമായ ഒരു സിസ്റ്റമാറ്റിക്കൽ ഡോക്ടറൽ പ്രസന്റേഷൻ ഈ പുസ്തകത്തെ പറയുന്നതിനെ കുറിച്ചില്ല. ആ നിലയിലാണ് ഈ ലേഖനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ലേഖനം വായിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഉദ്ദേശപരമായ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കാൻ കഴിയും. 3 പ്രധാന വിഷയങ്ങൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളത് തന്നെയാണ്, നീതീകരണം എന്നുള്ളതാണ്. 2 സാങ്ക്ടിഫിക്കേഷൻ അഥവാ വിശുദ്ധീകരണം എന്നുള്ളത്. 3ാമത്തെ വിഷയം ഗ്ലോറിഫിക്കേഷൻ അഥവാ തേജസ്കരണം എന്നുള്ളത്. 3 പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. ഈ 3 വിഷയങ്ങൾ ഈ ലേഖനത്തിലെ പ്രധാന ചിന്തകളാണ്. ജസ്റ്റിഫിക്കേഷനിൽ തുടങ്ങാം. വാട്ട് ഈസ് ജസ്റ്റിഫിക്കേഷൻ? എന്താണ് ജസ്റ്റിഫിക്കേഷൻ? ജസ്റ്റിഫിക്കേഷനെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്താൽ കുറ്റവിമുക്തമാക്കപ്പെടുക എന്നുള്ള ഒരു അവസ്ഥയാണ്. ഒരു വലിയ അപരാധത്തിൽ നിന്ന് ഒരു വ്യക്തിയെ മോചിപ്പിച്ച് നിന്റെ മേൽ ഇനി കുറ്റമില്ല എന്നുള്ള ഒരു നിലയിലേക്ക് അവനെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് ജസ്റ്റിഫിക്കേഷൻ. പ്രോസസ് ഓഫ് ബീയിങ് മെയ്ഡ് റൈച്ചസ്, നീതീകരിക്കപ്പെട്ട് വേർതിരിക്കപ്പെടുന്ന ഒരവസ്ഥ. ഒന്നുകൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. കൊടുകുറ്റവാളിയായ ഒരു മനുഷ്യൻ, ശ്രദ്ധയോടെ കേൾക്കൂ, ഒരു വലിയ ഭാവി, നമ്മുടെ എല്ലാം കാഴ്ചപ്പാടില്ല, വലിയ ഭാവി, ദൈവത്തെ വലിയ ഭാവി ചെറിയ ഭാവിയൊന്നുമില്ല. ഒരു കൊടുകുറ്റവാളി, രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയുമില്ല. എല്ലാ കോടതികളും പറഞ്ഞു ഇവൻ ഇനി രക്ഷപ്പെടത്തില്ല, മരണം മാത്രമേ ഇവന്റെ മുന്നിലുള്ള പോംവഴി. അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നിൽക്കുന്ന ലോകം മുഴുവൻ ഒരുപോലെ വിധി എഴുതിയ രക്ഷപ്പെടുവാൻ സാധ്യതയില്ലാത്ത മനുഷ്യന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല അവന്റെ രക്ഷയ്ക്ക് നിദാനമായി തീരുന്നത്. അങ്ങനെയെങ്കിൽ ആ മനുഷ്യനെ നോക്കിയിട്ട് സ്വർഗസ്വനായ ദൈവം പറയുകയാണ്, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ വാക്യങ്ങൾ ഞാൻ ഒന്ന് കണക്ട് ചെയ്യാം. പഴയ നിയമത്തിലൂടെ ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ പാപിക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ടോ? ഉണ്ട്. പാപിയെ നോക്കിയിട്ട് സർവശക്തനായ ദൈവം പറയുകയാണ്, നിന്റെ പാപം എത്ര കടുചുവപ്പുള്ളതായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ എനിക്ക് കഴിയും. ഇന്ന് രാത്രി രാമൻ പറയും, ഹല്ലേലൂയ. അങ്ങനെ കഴുകൽ പ്രാപിച്ചവരാണ് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. പഴയ നിയമത്തിലെ സർവശക്തനായ ദൈവം അങ്ങനെ പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ 1 John chapter 1 നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം നമുക്ക് ലഭിച്ചത്, പാപത്തിൽ നിന്നൊരു വിമോചനം പ്രാപിക്കാൻ കഴിഞ്ഞത്, കുറ്റവിമുക്തമാക്കപ്പെടുവാൻ കഴിഞ്ഞത് നമ്മുടെ കർത്താവിന്റെ രക്തത്താലാണ്, ക്രൂശിലെ രക്തത്താലാണ്. രക്തം കൂടാതെ ക്രൂശിലെ രക്തം കൂടാതെ ഒരു വിമോചനമില്ല, ഒരു വിമോചനം സാധ്യമാകില്ല. അപ്പോൾ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച്, ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് ഏകദേശം ഒരു വിവരങ്ങൾ ലഭിച്ചു ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത സാങ്ക്ടിഫിക്കേഷനിലേക്ക് വരാം. എന്താ വിശദീകരണം? വിശദീകരണത്തെ കുറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം പഠിക്കുമ്പോൾ എന്താണ് വിശുദ്ധിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? വിശുദ്ധിയുടെ കാര്യത്തിൽ സർവശക്തനായ ദൈവം ഒരു കോംപ്രമൈസും കൽപ്പിച്ചിരുന്നില്ല. എല്ലാവരും ഒരുപോലെ വിശുദ്ധിയുടെ നിറവിൽ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്. നിയമസംഹിതം നൽകിയപ്പോഴും അതിനു മുമ്പും അതിനുശേഷവും എല്ലാം ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം എങ്ങനെ വിശുദ്ധിയുടെ അവസ്ഥയിലായിരിക്കുന്നതോ അതേ നിലവാരത്തിൽ നമ്മളും ആയിരിക്കണം നമ്മുടെ ആഗ്രഹിക്കുന്നു. ഇനി ബാക്കിയുള്ള പുസ്തകങ്ങളിലേക്കൊന്നും പോകാതെ നേരെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നതിനെ ഒന്നുകൂടെ കണക്ട് ചെയ്ത് ആ വിഷയം അവിടെ അങ്ങനെ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ ഓർപ്പിക്കുക 22-ാം അധ്യായം Revelation 22 verses 11 to 13, 22-ന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. അടുത്ത എഴുതിയിരിക്കുന്നുണ്ടോ? അവിടെ എഴുതിയിരിക്കുകയാണ് വിശുദ്ധൻ. വിശുദ്ധൻ എന്ത് ചെയ്യണം? വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കണം. ഇതൊരു സംഘടന ചെയ്യേണ്ട കാര്യമല്ല, ഇതൊരു നേതാവ് ചെയ്തു കൊടുക്കേണ്ട കാര്യമല്ല, ഇത് മരണാനന്തരം വിശുദ്ധമാക്കപ്പെടുന്ന സംഗതിയുമല്ല. പിന്നെയോ ജീവനോടെ ഇരിക്കുന്ന കാലത്ത് തന്നെത്താൻ വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സാങ്ക്ടിഫിക്കേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കണം.
ദൈവം അത് ആഗ്രഹിക്കുന്നു. നാം അത് സ്വയം ചെയ്യണമെന്ന് അവിടെ പറയുകയാണ്. അടുത്ത പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കുന്ന പണം കൊടുക്കുവാനുള്ള പ്രതിഫലം എന്റെ പക്കലുണ്ട്. അപ്പൊ നമ്മുടെ കർത്താവ് എത്ര വേഗം വരും. അതുകൊണ്ട് നമ്മുടെ എപ്പോഴും നിലപാടുണ്ടല്ലോ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിയിരിക്കണം. കർത്താവിന് വേണ്ടി ഒരുക്കത്തോടെ നമുക്കായിരിക്കണം. മൂന്നാമത്തെ വിഷയം എന്താണ്? മൂന്നാമത്തത് ഗ്ലോറിഫിക്കേഷൻ അഥവാ തേജസ്കരണം, മഹത്വീകരണം എന്ന് പറയും. ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇതൊരു എസ്കറ്റോളജിക്കലായിട്ടുള്ള ആസ്പെക്ട് ആണ്. ഭാവികാല ശാസ്ത്രപരമായി ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പാപത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുപ്പ് പ്രാപ്തി. അതിനെക്കുറിച്ച് മൂലഭാഷയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫുള്ളി റെഡീംഡ് ഓർ ഗ്ലോറിഫൈഡ് ഇൻ ക്രൈസ്റ്റ് എന്നാണ്. വീണ്ടെടുപ്പിന്റെ പൂർണ്ണത അത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പോടുകൂടിയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ രോഗികളാണ്, ഇന്ന് നമ്മൾ ബലഹീനരാണ്, ഇന്ന് നമ്മൾ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്, ഒത്തിരി പരിമിതികളുണ്ട്, കുറവുകളുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരു നാടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമായി, അതിന് മുന്നോടിയായി നമ്മെ അവിടുന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പോവുക. ഇന്ന് രാത്രി എത്ര പേര് രൂപാന്തരത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു? ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം എഴുതി അവസാനിപ്പിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് എഴുതുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നാണ് കർത്താവ് തേജസ്സോടെ ഇറങ്ങി വരാൻ പോകുന്നത്. ആ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാകാൻ പോവുക. ഇന്ന് രാത്രി എത്ര പേർ നമ്മുടെ ആമേൻ പറയും? ഹല്ലേലൂയ. ഈ ശരീരം താഴ്ചയുള്ളതാണ്, എന്നാൽ തന്റെ മഹത്വമുള്ള ശരീരത്തോട് ഈ ശരീരം അനുരൂപമാകാൻ പോവുക. ഒരു ട്രാൻസിഷൻ സംഭവിക്കാൻ പോവുകയാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ സംഭവിക്കാൻ പോവുകയാണ്. ഒരു ലേഖനം എഴുതുമ്പോൾ മനുഷ്യരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ പറയുകയാണ്, ഈ ദ്രവത്വമായത് അദ്രവത്വത്തെ പ്രാപിക്കാൻ പോവുകയാണ്, ഈ മർത്യമായത് അമർത്യമായതിനെ ധരിക്കാൻ പോവുകയാണ്, ഈ ക്ഷയമായത് അക്ഷയമായതിനെ പ്രാപിക്കാൻ പോവുകയാണ്. ഇത്രയും വലിയ മാറ്റങ്ങൾ നമ്മൾ സംഭവിക്കുമെങ്കിൽ നമ്മൾ നിസ്സാരമൊന്നുമല്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് പറയുന്നത്, ക്രിസ്തുവിൽ കാവലെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അതിനോട് തന്നെ പറയുന്ന കാര്യമാണ് ജീവനോട് ശേഷിക്കുന്നവരുടെ രൂപാന്തരം. അപ്പോൾ ഇന്ന് താഴ്ചയുണ്ട്, ഇന്ന് കഷ്ടമുണ്ട്, ക്ലേശമുണ്ടെന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ലോകത്തെ ജയിച്ച യേശുവിന്റെ കൂടെയാണ് നമ്മളെന്ന് ഉറപ്പാക്കിയ മാത്രം മതി. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. രാത്രി എത്ര പേര് എന്നോട് ചേർന്ന് പറയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്റെ യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്, ഞാൻ പാപത്തെ ജയിച്ചവനാണ്, ഞാൻ രോഗത്തെ ജയിച്ചവനാണ്, ഞാൻ പ്രലോഭനങ്ങളെ ജയിച്ചവനാണ്, ഞാൻ ഈ ലോകത്തിന്റെ എല്ലാറ്റിനെയും ജയിച്ചവനാണ്. പാപമണിക്ക് സകലത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവരാണ് നമ്മുടെ കർത്താവെങ്കിലും എല്ലാറ്റിനും നമ്മുടെ കർത്താവ് ജയിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ട്. നാം ജയിച്ചവന്റെ പക്ഷത്താണ്. ഇന്ന് രാത്രി അതോർത്ത് വേണം ഇന്ന് രാത്രി കർത്താവിനെ ശ്രദ്ധിക്കുവാൻ. ജയിച്ചവന്റെ കൂടെ നടക്കുന്നവനൊന്നും പരാജയപ്പെട്ടു പോകത്തില്ലെന്ന് സാധാരണ ഒരു നാടൻ ചൊല്ലുണ്ട്, മുല്ലപ്പൂമ്പിടിയേറ്റുകളിൽ കല്ലുകൊണ്ട് പകലിയ ജയിച്ചവന്റെ കൂടെ നടന്നാൽ നമ്മൾ ജയിക്കുന്നു. പ്രോപ്സിൽ എന്താ പറയുന്നത്? ജ്ഞാനികളുടെ കൂടെ നടക്കാൻ നീയും ജ്ഞാനിയാകുന്ന. അപ്പോൾ ജയിച്ചവന്റെ കൂടെ നടന്നാൽ ജയിക്കും. നമ്മുടെ കൂട്ടുകെട്ട് എങ്ങനെയുള്ളതെന്നുള്ളതാണ് പ്രാധാന്യം. വലിയവർക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ല. നിങ്ങൾ ആരുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണമെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, വസ്തുത തന്നെയാണ്. അപ്പോൾ ഒരു തേജസ്കരണം സംഭവിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ നോക്കി പറഞ്ഞു. അപ്പോൾ ഈ 3 വിഷയങ്ങളും ഈ ലേഖനത്തില് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അതിലേക്കുള്ള മറ്റു വിശദീകരണങ്ങളിലേക്ക് പോകാതെ നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് ആ ചിന്തകളിലേക്ക് ഒന്ന് മടങ്ങി വരുവാനായിട്ട് തുടർന്നുള്ള സമയം ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചത്. അതിന്റെ വേഴ്സ് 17 ഒന്നുകൂടെ വായിച്ചത്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ പോലെ വിളിച്ചു വരുകയും ചെയ്യുന്ന ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് മുൻപേ ഒരു വസ്തു കൂടെ ഓർപ്പിച്ച് ആ വാക്യത്തിലേക്ക് വരട്ടെ. റോമാലേഖനം 4-ാം അധ്യായം 4 വിഷയങ്ങൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. 4 വിഷയങ്ങൾ റോമാലേഖനം 4-ാം അധ്യായം നമ്മളോട് സംസാരിക്കുന്നു. ഒന്ന് വേഴ്സ് 1 to 8 നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ജസ്റ്റിഫിക്കേഷൻ ഈസ് നോട്ട് ബൈ ദ വർഡ്സ്
പ്രവൃത്തിയാൽ ഒരു വ്യക്തി നീതീകരിക്കപ്പെടത്തില്ല. നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ കുറ്റവിമുക്തനായി പാപവിമുക്തനായി പാപരഹിതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധ്യമല്ല. രണ്ട് വേഴ്സ് 9-12 നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ജസ്റ്റിഫിക്കേഷൻ ഈസ് നോട്ട് ബൈ ദ റൈറ്റ്സ്. ആചാരാനുഷ്ഠാനങ്ങളോ കർമാചാരങ്ങളോ ചെയ്യുന്നത് ഒരു വ്യക്തിയെ നീതീകരണത്തിലേക്ക് നയിക്കുന്നില്ല. അങ്ങനെ നയിക്കുന്നുണ്ടെങ്കിൽ നമ്മേക്കാൾ കൂടുതൽ ചെയ്യുന്നവർ പുറത്തു നിൽക്കുന്നുണ്ടല്ലോ, അവരല്ലേ ആദ്യം നീതീകരിക്കപ്പെടേണ്ടത്. അതിനെ സർക്കംസിഷനെ കുറിച്ച് പരിശോധനയെ കുറിച്ചൊക്കെ ആ ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആചാരങ്ങളോ തീർത്ഥാടനങ്ങളോ പുണ്യപ്രവൃത്തികളോ കർമ്മമാർഗത്തിലൂടെ ഒന്നും ഒരു വ്യക്തി എന്ത് ചെയ്യില്ല, നീതീകരണത്തിലേക്ക് വരുത്തില്ല. ആ വ്യക്തി ആത്യന്തികമായ ദൈവിക ജസ്റ്റിഫിക്കേഷൻ പ്രാപിക്കാൻ പറ്റില്ല. വേഴ്സ് 13-17 നമ്മളെ പഠിപ്പിക്കുന്നത് ജസ്റ്റിഫിക്കേഷൻ ഇസ് നോട്ട് ബൈ ദ ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ഒരു വ്യക്തിയെ നീതീകരണത്തിലേക്ക് നയിക്കുന്നില്ല. ന്യായപ്രമാണം ലഭിച്ച സമൂഹം പോലും അത് തള്ളിക്കളഞ്ഞതായിട്ടാണ് തിരുവചനത്തിൽ കാണുന്നത്. അവർ പോലും അത് അനുസരിച്ചില്ല. പ്രതിലേഖനം 10 നമ്മൾ വായിക്കുന്നത്, അവർ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് ലഭിച്ചിട്ടും അത് പ്രമാണിക്കാതെ തള്ളിക്കളഞ്ഞ അനുസരണക്കേടിന്റെ മക്കളായി അവർ മാറി. മാത്രമല്ല, ഈ പ്രമാണത്തെ കുറിച്ച് തന്നെ എന്താ പറയുന്നത്, ഇതിൽ തന്നെ പൂർണ്ണതയുള്ളതല്ല, ഇത് കൊല്ലുന്ന പ്രമാണമാണ്, ഇത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് പറയുന്ന പ്രതികാരത്തിന്റെ പ്രമാണമാണ്. പക്ഷെ യേശുവിന്റെ പ്രമാണം എന്താ? സ്നേഹത്തിൻ്റെതാണ്, ശത്രുവിനെ സ്നേഹിക്കാനാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഭക്തന്മാർ അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ ആ ഒരു ചിന്താഗതിയും ആ കാലഘട്ടത്തിലെ ആ പ്രമാണങ്ങൾ മോശിക്കാൻ ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് അന്നേരം പ്രതികാരം ചെയ്തിട്ടേ അത് തുറക്കാൻ പറ്റും. ആ രീതിയിലുള്ള ചിന്താഗതികളായിരുന്നു. പക്ഷെ നമുക്കങ്ങനെയല്ല. നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ പ്രാർത്ഥിക്കുക, നിങ്ങളെ എതിർക്കുന്നവരെ, നിങ്ങളെ പരിഹസിക്കുന്നവരെ, നിങ്ങളെ നിന്ദിക്കുന്നവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇതാണ് കർത്താവിന്റെ മാർഗം എന്ന് പറയുന്നത്. വേഴ്സ് 16-25 അവിടെയാണ് ശരിക്കുമുള്ള നീതീകരണം എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ ഭാഗമാണല്ലോ നമ്മൾ ആദ്യം വായിച്ച വചനങ്ങളുള്ള ഭാഗം. വേഴ്സ് 16-25 എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? റൈച്ചസ്നെസ് ഒറ്റ വാക്കിൽ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ഇൻ ഗോഡ്സ് പ്രോമിസ്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ജസ്റ്റിഫിക്കേഷൻ ഇസ് ഫെയ്ത്ത് ഇൻ ഗോഡ്സ് പ്രോമിസ്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ആര് വിശ്വസിക്കുന്നുവോ ആ വിശ്വാസം അവനെ നീതീകരണത്തിലേക്ക് നയിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രവൃത്തി കാരണമല്ല, കർമാചാരങ്ങൾ അതിന് കാരണമാകുന്നില്ല, ന്യായപ്രമാണം അതിന് മാനദണ്ഡമാകുന്നില്ല. പിന്നെ എന്താണ് ക്രൈറ്റീരിയ? പിന്നെ എന്താണ് മാനദണ്ഡമാകുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് യു ഹാവ് ടു ബിലീവ് അൺടു ഗോഡ്. ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായ കാര്യം. മാറ്റിക്കളാം, വിശ്വസിക്കുക. അബ്രഹാം എന്താ ചെയ്തത്? അതുകൊണ്ടാണ് അബ്രഹാമിന്റെ ഉദാഹരണം തന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്താണ് നമ്മൾ വായിച്ചത്? അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ജനസിസ് 15:6 ഇതിന് ഉപോത്പൂലമായ വചനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് നമ്മൾ കണ്ടത്? 17ാമത്തെ വാക്യത്തിൽ 2 പ്രധാന കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടുണ്ട്. 2 പ്രധാന വസ്തുക്കൾ സർവശക്തനായ ദൈവത്തിന്റെ ശ്രേഷ്ഠമായ പ്രത്യേകതകളായി അവിടെ വരച്ചു കാണിച്ചിരിക്കുകയാണ്. എന്താണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? ഹു ഈസ് അവർ ഗോഡ്. നമ്മുടെ ദൈവം ആരാണെന്ന് അവിടെ പറയുന്നത്. നമ്മുടെ ദൈവം ആരാണ്? ഹു ഈസ് അവർ ഗോഡ്. നമ്മുടെ ദൈവം ആരാണ്? 17ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒന്ന് നമ്മുടെ ദൈവം. എന്റെ കൂടെ വരണമേ. ഹല്ലേലൂയ. 17ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒന്നാമതായി നമ്മുടെ ദൈവമാണ്. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റിസറക്ഷൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പുനരുത്ഥാനത്തിന്റെ ദൈവമാണ്. നമ്മുടെ ദൈവം മരിച്ചുയർപ്പിന്റെ ദൈവമാണ്. നമ്മുടെ ദൈവം നിർജീവ പ്രവൃത്തികളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. രാത്രി എത്ര പേരാമേൻ പറയും? ഹല്ലേലൂയ. മരിച്ചുറങ്ങിയ അക്ഷരമായ അനുഭവങ്ങളെ പുതുജീവൻ പകരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. രാത്രി വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ പറയുന്നതിന് മുമ്പ് കർത്താവിന്റെ പ്രവൃത്തി ചെല്ലേണ്ടതൊക്കെ ചെല്ലും. ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ പ്രവൃത്തി അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം ഭൂഖണ്ഡങ്ങളെ ഭേദിച്ച് കടന്നുപോയി അതിന് ക്രിയ ചെയ്യുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ. വിശ്വസിക്കുവാൻ തയ്യാറാണോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഇന്ന് രാത്രി ദൈവസഭയിൽ വെളിപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നമ്മുടെ കർത്താവ് മരിച്ചുവെപ്പിന്റെ ദൈവമാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലം ഒത്തിരി പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ ഉയർപ്പിച്ച ചരിത്രങ്ങൾ നമ്മൾ തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. അവിടെ
രണ്ട് വസ്തുതകൾ എനിക്കൊന്ന് ഒന്ന് പരാമർശിച്ച് ഞാൻ മുന്നോട്ട് പോകാം. ഒന്ന്, ഇന്നലകളിൽ നമ്മുടെ കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട്. അത് പാസ്റ്റ് ടെൻസ് ആണ്. ഇന്നലെ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ, ഇന്നലെ ജീവിച്ച ഭക്തന്മാർ, മൺമറഞ്ഞു പോയ ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് ചെയ്ത വൻ കാര്യങ്ങൾ, ഇന്നലത്തെ തലമുറയ്ക്ക് വേണ്ടി ചെയ്തത്. നമ്മൾ ഏത് കാലത്ത് ജീവിക്കുന്നവരാണ്? ഈ വർത്തമാന കാലത്ത്, അല്ലെ? ഇപ്പോൾ. അങ്ങനെയെങ്കിൽ ഇന്നലെ കർത്താവ് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഞാൻ ജീവിച്ചിരിക്കുന്ന എന്റെ ഈ ജീവകാലത്തും എന്റെ കർത്താവിന് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് രാത്രിയിൽ നമ്മൾ അംഗീകരിച്ച് അത് ഏറ്റുപറഞ്ഞ് കൺഫസ് ചെയ്ത് വിശ്വസിക്കാൻ തയ്യാറായാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഇന്നലെ ചെയ്തവൻ ഇന്ന് ചെയ്യാൻ കഴിയില്ലേ? കഴിയും. എന്റെ കർത്താവിന് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കും, ഞാൻ ഒത്തിരി ഫ്യൂണറൽ സർവീസിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഞാൻ ഓഫ്ലൈൻ ഓൺലൈനായി പല ഹീലിംഗും പല സർവീസുകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവിടെ നിന്ന് ആരും ഉയർത്തിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഒന്നും കാണാൻ അവിടെ നിന്ന് നമ്മളൊന്നും കണ്ടില്ലെങ്കിലും അതിന്റെ അർത്ഥം എന്താ? കർത്താവിന് ചെയ്യാൻ കഴിയത്തില്ലെന്നാണോ? അല്ല, കർത്താവിന് ചെയ്യാൻ കഴിയും. കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഇന്നലെ കഴിയും, ഇന്നും കഴിയും, നാളെ കഴിയും. കർത്താവിന് ചെയ്യാനായിട്ട് കഴിയും. കർത്താവ് മരിച്ചു തീർപ്പിന്റെ അറിയുന്നു. അതിന്റെ കൂടെ ഒന്നുകൂടെ ഞാൻ ആഡോൺ ചെയ്യണം. നേരത്തെ കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇനിയും ഈ ഭൂമിയിൽ സന്തതികൾ ഉണ്ടാകും. ഇനിയും ഇവിടെ പലരും ജനിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ചെയ്തവൻ, ഇന്ന് ജീവിക്കുന്ന നമുക്ക് വേണ്ടി ചെയ്യുന്നവൻ, നാളെ ജനിക്കാൻ പോകുന്നവർക്ക് വേണ്ടി ചെയ്യുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറിപ്പോകാൻ മനുഷ്യനല്ലെന്നുള്ളത് ഇന്ന് രാത്രി നാം മറന്നുപോകരുത്. ദൈവകൽപ്പന അനുസരിക്കുന്നവൻ 1000 തലമുറ വരെ അതിന്റെ നന്മ പിന്തുടരുകയാണ്. 1000 തലമുറ വരെ. ഇതല്ലേ നമ്മുടെ പടോസത്തിൽ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ബ്ലെസ്സിങ്സ് എല്ലാം അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടത്തക്ക നിലയിലേക്കും അവരെയും ദൈവം ഓർത്ത് അനുഗ്രഹിക്കുന്നവനാണ്. നീതിമാൻ അനേകം ഓർമ്മയിലിരിക്കും. നീതിമാനെ ദൈവം മറന്നു പോകത്തില്ല. നേരിലുള്ളവരുടെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്ന നിർവചനം പറയുന്നുണ്ടെങ്കിൽ നമ്മെ മാനിക്കുന്ന ദൈവം നമ്മുടെ തലമുറകളെ മാനിപ്പാൻ ശക്തനാണ്. ഇന്ന് രാത്രി നമ്മൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുക. അബ്രഹാമിന്റെ ജീവിതത്തിൽ, സാറയുടെ ജീവിതത്തിൽ മരിച്ചുകൊടുപ്പ് നടന്നു. എങ്ങനെ നടന്നു? അവർ വല്ല പുനരുത്ഥാനമല്ല കണ്ടോ അവരുടെ കാലഘട്ടത്തിൽ? 30 ദിവസം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ അങ്ങനെ കാണുന്നില്ല. പക്ഷെ ഇസ്രായേലിലേക്ക് ഒന്ന് പോകാമെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. രാത്രി അതെല്ലാം പോകട്ടെ. നമ്മൾ വായിച്ച പാസേജിൽ മാത്രം ഒന്ന് നീക്കാം. നമ്മൾ വായിച്ച പാസേജിൽ എന്താ വായിച്ചത്? മരിച്ചവരെ ജീവിക്കും, അതിനെ പോലെ വിളിച്ചൊരുത്തി. ഇതെല്ലാം വായിച്ച് താഴോട്ട് വരുമ്പോൾ അവിടെ ഇരിക്കുകയാണ്. 2 പേരുടെ ശരീരം ഉണ്ടായിരുന്നു. 2 പേരുടെ ശരീരം നിർജീവമായിരുന്നു, മരിച്ച ശരീരമായിരുന്നു. ആ ശരീരത്തിൽ ഇനി ഒരു പ്രവൃത്തിക്ക് യാതൊരു സാധ്യതയുമില്ലായിരുന്നു. എല്ലാ സാധുതയും മങ്ങിപ്പോയ ശരീരമായിരുന്നു. ഇനി ഒരു പ്രൊഡക്ടിവിറ്റിക്ക് യാതൊരു സാധ്യതയുമില്ലായിരുന്നു. എല്ലാവരും ഒരുപോലെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ശരീരമായിരുന്നു. ആ താഴ്ചയുള്ള ശരീരത്തിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. 2 പേരുടെ ശരീരം നിർജീവമായി പോയെന്ന് പറഞ്ഞ ഒരു വെറുതെ ഇരുന്നല്ല. 25 വർഷം അവർ എന്ത് പ്രാർത്ഥിച്ചെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. 25 വർഷം അവർ വെറുതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമല്ല ചെയ്തത്. നീണ്ട 25 വർഷത്തോളം അവര് തങ്ങൾക്ക് ലഭിച്ച പ്രോമിസിന് വേണ്ടി വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ടിരുന്ന ഇവിടെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 2 കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കണം. 2, നമ്മൾ സ്തോത്രം ചെയ്യണം. We have to pray and we have to give thanks unto God. അത് ഇത് 2 നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പറയും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളവരാണ്. തീർച്ചയായും നമ്മൾ പ്രാർത്ഥിക്കണം. 2ാമത്തെ കാര്യം, പലപ്പോഴും മനുഷ്യൻ ചെയ്യാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ? എല്ലാറ്റിനും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. എന്താ സ്തോത്രം ചെയ്യുന്നത്? നമ്മൾ നന്ദി കൊടുക്കുക ദൈവത്തിന്. ഹല്ലേലൂയ. എന്താ നന്ദി കൊടുക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? കർത്താവെ മറുപടി അയച്ചിരിക്കാൻ സ്തോത്രം. കർത്താവെ പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവെ തന്നതിനായി സ്തോത്രം. കർത്താവെ എന്റെ ആലയത്തെ നിറച്ചതിനായി സ്തോത്രം. കർത്താവെ ദേശത്ത് ഒരു എക്സ്പാൻഷൻ എനിക്ക് തന്നതിനായി സ്തോത്രം. ഇതിനകത്ത് എത്ര പേര് വിശ്വാസങ്ങളോട് അത് കണ്ട് അത് ഹല്ലേലൂയ ഒരു ഫെയ്ത്ത് ഡിക്ലറേഷനായി ഏറ്റെടുത്ത് ഒന്ന് പറയുവാൻ തയ്യാറാകും. കർത്താവെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഈ മരുഭൂമിയിൽ വഴി തുറന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി
കർത്താവിന്റെ പ്രവൃത്തി അവിടുന്ന് അയച്ചതിനായ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയുടെ അവസാന വാക്കുകൾ എന്താണ് പറയുന്നത്? നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ അവസാനം എന്താ പറയുന്നത്? കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, മറുപടി അയച്ചതിനായ സ്തോത്രം. യെസ്, നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കപ്പെടുന്ന വാക്കുകളാണ് മറുപടി അയച്ചു എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് തന്നെയല്ലേ നമ്മളെ പഠിപ്പിച്ചത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ വിശ്വാസത്തിന്റെ തലത്തെ കൂടെയാണ് കാണിക്കുന്നത്. ലഭിക്കണമേ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി ദൈവസഭ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് ഈ പഠനത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞ പ്രോമിസുകള്, അതിന്റെ എക്സ്പാൻഷൻസ് ചെയ്യുമെന്ന് ഇന്ന് രാത്രി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കർത്താവ് ഇനി എന്തെങ്കിലും ഒരു കാലത്ത് ഇങ്ങനെ കൂടാൻ ഒരു അവസരം ഉണ്ടായ ദൈവദാസനെ ഒരു വലിയൊരു എക്സ്പാൻഷൻ കർത്താവ് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. Our God is a God of expansion. ഇന്ന് രാത്രി നമ്മൾ ആ കർത്താവിൽ വിശ്വസിക്കണം. ശിശുമാരുടെ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകുന്നു. ഒന്നിനെ കുറിച്ച് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകുന്നത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, പിതാവിൽ വിശ്വസിക്കണം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്താവിഷയം എന്താണ്? വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കണം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഉരുവിടുന്ന വാക്കാണ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമായ ദൈവം. നമ്മുടെ ദൈവം വാക്ക് മാറത്തില്ലെങ്കിൽ, വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണെങ്കിൽ എന്തുകൊണ്ട് ഒരു വഴി കൂടെ കടന്നു വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല? ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ മരുഭൂമിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ, ഞാൻ നിലവിളിക്കുമ്പോൾ, ഞാൻ നെടുവിൽ നിൽക്കുമ്പോൾ, എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി, എന്റെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുകയാണ്. കർത്താവ് മരിച്ചുയർത്തേണ്ട ദൈവമാകട്ടെ. മരിച്ചവരെ അങ്ങനെ ഉയർപ്പിക്കേണ്ടവനെ ഉയർപ്പിക്കും. ലാസറിന്റെ ഭവനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരട്ടെ. ലാസറിന്റെ ഭവനം നമുക്ക് വളരെ പരിചയമാണ്. യേശുവിന് വളരെ പ്രിയനായവനായിരുന്നു ലാസർ. അവന് ദീനമായി കിടക്കുന്നുള്ള അറിവൊക്കെ നേരത്തെ ദൂതൻ മുഖാന്തരമൊക്കെ ലഭിച്ചെങ്കിലും കർത്താവ് ആ സമയത്ത് എത്തി. ഈ ഏറ്റവും അടുത്ത പ്രിയരായിട്ടുള്ള ആളുകൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അത് നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റും. ഈ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ആ ഒരു പ്രയാസമാണ് മാർത്ത പങ്കുവെക്കുന്നത്. കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് എനിക്ക് നേരത്തെ വന്നായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു, ഞങ്ങൾ നേരത്തെ അറിയിച്ചതല്ലേ. ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം അവിടെ ഉണ്ട്. ഈ വിവരം ഒരു മനുഷ്യൻ അവിടെ പോയി അറിയിച്ചായിരുന്നു യേശുവിന്റെ അടുത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നു. അന്ന് ആ മനുഷ്യനോട് എന്താ കർത്താവ് പറയുന്നത് അറിയാമോ? ഈ ദിനം. പക്ഷെ ആ പുള്ളി തിരിച്ച് വീട്ടിൽ വന്ന് പറയാണ്ടൊന്നും നമ്മളവിടെ കാണുന്നില്ല. അവിടെ പുള്ളിക്ക് എത്താൻ കഴിഞ്ഞൊന്നും അറിയത്തില്ല. അതിന് മുമ്പേ ഒരു പക്ഷേ ആ സഹോദരൻ മരിച്ചു പോയി കാണും. പിന്നെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റും? കർത്താവ് പറഞ്ഞാൽ അന്നേരം പോയി പറഞ്ഞാൽ, ആ മനുഷ്യൻ പോയി പറഞ്ഞാൽ പിന്നെ അവന്റെ അവസ്ഥ എന്തായിരിക്കും? കർത്താവ് ഒന്നില്ല. കർത്താവ് അല്പം വൈകിയെങ്കിലും എല്ലാം അതിന്റെ സമയത്താണ് നടക്കുന്നത് കേട്ടോ. ചിലതൊക്കെ വൈകിയെന്ന് നമുക്ക് തോന്നിയാലും, നമ്മുടെ ദൃഷ്ടിയിൽ ചിലതൊക്കെ കാലതാമസം നേരിട്ട വിഷയങ്ങളാണെന്ന് തോന്നിയാലും, കാലപ്പഴക്കങ്ങളുടെ കണക്ക് പുസ്തകവും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ കാലാതീതനായ ദൈവം അതിനപ്പുറം പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. ആരും നമ്മുടെ ദൈവത്തിന് സമയമൊന്നും തെറ്റിടത്തില്ല. വൈകിയാലും കാത്തിരിക്കുന്നവർക്ക് വേണ്ടി തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ വിശ്വസിക്കണം. സഹോദരന്മാർ പറയുന്ന ന്യായമായ കാര്യമാണ്. മരിച്ച് 4 ദിവസം കഴിഞ്ഞ ഇനിയിപ്പോ പ്രതീക്ഷയൊന്നുമില്ല. ഓൾറെഡി കല്ലറയിൽ വെച്ചു, നാക്ക് വെച്ച് തുടങ്ങി. ഇനിയിപ്പോ അതിനകത്തൊന്നും വലിയ പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതകളും ഇല്ല. പക്ഷെ അന്ന് കർത്താവ് അവിടെ നിന്ന് പറയുന്നൊരു കാര്യമാണ്, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അത് പറഞ്ഞ സഹോദരിമാരെ കർത്താവ് ധൈര്യപ്പെടുത്തുകയാണ്. പക്ഷെ അത് കേട്ടപ്പോൾ ആ സഹോദരി ആദ്യം പറഞ്ഞെന്താണെന്നറിയാമോ? നമ്മളെ പോലെ തന്നെ ആദ്യമേ സഹോദരി പറയുകയാണ്, അതൊക്കെ എനിക്കറിയാം, ഒടുക്കത്തെ പുനരുത്ഥാനത്തില് ഒരു ഉയർപ്പുണ്ടെന്ന് എനിക്കറിയാം, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിയാ, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ എന്റെ സഹോദരൻ എഴുന്നേറ്റ് വരും, പറഞ്ഞാലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയല്ല ചെയ്തത്. 12-ാം അധ്യായം നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. യോഹന്നാന്റെ സുവിശേഷം അവിടെ എഴുതിയിട്ടുണ്ട്, എന്റെ സഹോദരൻ ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ എഴുന്നേറ്റ് വരുമെന്ന് മാത്രമല്ല സഹോദരി പറഞ്ഞത്. പിന്നെയോ, കർത്താവേ, അങ്ങ് പിതാവിനോട് ഇപ്പോൾ എന്ത് യാചിച്ചാലും, കർത്താവേ, അങ്ങ് പിതാവിനോട് ഇപ്പോൾ, നാളത്തെ കാര്യമല്ല പറഞ്ഞത്, ഇപ്പോൾ അങ്ങ്
അത് നടക്കുമെന്നുകൂടെ ഞാൻ വിശ്വസിക്കുകയാണ്. നാളെ നടക്കാനുള്ളത് നാളെ നടക്കും. അത് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അതിന്റെ സമയമാകുമ്പോൾ അത് നടക്കും. നാളെ നടക്കാനുള്ളത് അത് നാളെ നടക്കത്തുള്ളൂ. നമ്മൾ എത്ര ഉപസിച്ചാലും പ്രാർത്ഥിച്ചാലും നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നാളെ ചെയ്യത്തുള്ളൂ. പക്ഷേ എന്ന് കരുതി നമ്മൾ നാളത്തേക്ക് പ്രാർത്ഥനയൊന്നും മാറ്റിവെക്കണ്ട. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് ചിലത് ചെയ്യാൻ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടാകാം. അത് ഒന്ന് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഉത്സാഹവും വാഞ്ചയും നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടത് ആവശ്യം. കർത്താവ് പറഞ്ഞത്, നിന്റെ സഹോദരൻ എഴുന്നേൽക്കും. ആ സഹോദരൻ വിശ്വസിക്കും. അത് വിശ്വസിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, വിശ്വസിക്കുന്ന അടയാളം നമ്മളല്ലേ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ സഹോദരിയോട് ഉറപ്പിക്കാറുണ്ട്. അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ സഹോദരൻ എഴുന്നേറ്റ് വരിക, ലാസറേ പുറത്തു വരിക എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ. നമ്മുടെ കർത്താവിന് ഒരൊറ്റ വാക്ക് മതി. ഒരൊറ്റ വാക്ക് മതി നമ്മുടെ കർത്താവിന് സ്ഥിതികളെ മാറ്റുവാൻ. നമ്മളിവിടെ വായിച്ച വാക്യത്തിൽ എന്താണ് കാണുന്നത്? God is the God of fullness. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു പറഞ്ഞു. ഒന്നും നമ്മൾ കാണുന്നില്ലായിരിക്കും. ഇന്നരാത്രി വിശ്വസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ കാറ്റ് കാണുന്നില്ലായിരിക്കും, മഴ കാണുന്നില്ലായിരിക്കും, യാതൊരു അനുകൂല സാഹചര്യങ്ങളും നമ്മൾ ഈ മരുഭൂമിയിൽ കാണുന്നില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഒന്നും കണ്ടില്ലെങ്കിലും നമ്മൾ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. എല്ലാം എന്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും വേണ്ടി കർത്താവ് ചെയ്തിരിക്കുക. ഒന്നുമില്ല, പക്ഷെ എല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുക. ഈ പ്രിയപ്പെട്ട പിതാവ് മാതാവ് അത് തന്നെയാണ് ചെയ്തത്. തലമുറകളില്ല. പ്രോമിസസ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വാക്സിനുകൾ കിട്ടിയിട്ടുണ്ട്. പലതും നടന്നു. നമ്മൾ ചിന്തിക്കണം, ഒരു തലമുറ പോലും ഇല്ലാതിരുന്ന കാലത്ത് കൊടുത്തൊരു പ്രോമിസാണ്. എന്താ കൊടുത്തത്? യു വിൽ ബിക്കം ദ ഫാദർ ഓഫ് ദ ഹോൾ നേഷൻസ്. ഈ ബഹുജാതികൾക്ക് പിതാവാകാൻ പോകും. ഒരു തലമുറ പോലും ഇല്ലാതിരുന്ന കാലത്തായി പ്രോമിസ് കൊടുത്തത്. ഒന്നോ രണ്ടോ തലമുറ ഉണ്ടായതിനു ശേഷം ഇത് കൊടുക്കുന്നത്. അത് ചിന്തിക്കണം. അവിടെയാണ് ഒന്നുമില്ലാത്തതിനെ വിളിച്ചു വരുത്താൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഒന്നുമില്ലാത്തതാണ് ആ മനുഷ്യൻ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? അവന് യഹോവയിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചു. നക്ഷത്രങ്ങളെ എണ്ണാൻ നോക്കി, പറ്റിയില്ല, പരാജയപ്പെട്ടു. കടക്കരയിലെ പൊടി പോലെ സന്തതി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? മാനുഷികമായി അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അന്ന് ആ മനുഷ്യൻ ആ രാത്രിയില് ആകാശത്തെ നോക്കി വിശ്വസിച്ചു. ആകാശത്തെ ഭൂമിയിൽ സൃഷ്ടിച്ച സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ഇറങ്ങി പുറപ്പെട്ട എന്നോട് പറഞ്ഞത് ഇതുവരെ നിവർത്തിച്ചു തരാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഈ കാര്യവും ദൈവത്തിന് നിസ്സാരമാണ്. അബ്രഹാം ഒരുപാട് അത്ഭുതങ്ങൾ ഇറങ്ങി തിരിച്ചറിയാം കേട്ടോ. അതിന് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അതിലൊന്നാണ് യോഹന്നാൻ സ്നാപകന് സംഭവിച്ചതുപോലെ. യോഹന്നാൻ അപ്പോസ്തലന് സംഭവിച്ചതുപോലെ ഒരു സംഭവം അബ്രഹാം ജീവിതത്തിൽ നടന്നതായിട്ട് ചരിത്രത്തിൽ സൂര്യന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ എന്താ ചെയ്തത്? തിളച്ച എണ്ണയിൽ ഇട്ട് ഇതുപോലൊരു അനുഭവം അബ്രഹാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അബ്രഹാം ഈ വിഗ്രഹങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം വരുന്നത്. അന്ന് നിമ്രോദ് രാജാവ് തന്നെ പിടിച്ച് തിളച്ചെണ്ണയ്ക്കകത്ത് നിന്നു. തന്റെ ജീവിതം അവിടെ അവസാനിക്കുമെന്ന് ചിന്തിച്ച ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനെ പോലെ ഇറങ്ങി വന്നവനാണ്. അതുകൊണ്ട് ആ ഒരു അനുഭവം ഞാൻ ഇതിനോട് കണക്ട് ചെയ്ത് പറയട്ടെ. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ അബ്രഹാമിനുള്ളത് കൊണ്ട് അബ്രഹാമിന് ഉറപ്പായിട്ട് അറിയാം, ഈ ശരീരം നിർജ്ജീവമായി പോയെങ്കിലും ഞങ്ങളുടെ വിശ്വാസത്തിൽ ക്ഷീണിക്കത്തില്ല. ശരീരം വീക്കായി പോകട്ടെ, എല്ലാവരും പറയട്ടെ, ഒത്തിരി പ്രായമായില്ലേ, ഈ സമ്പത്തുകളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, മൃഗങ്ങളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, ദാസദാസന്മാർ കുറെ ഉണ്ടല്ലോ, അഭ്യാസികളുണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ, തലമുറയില്ലല്ലോ. എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നുമില്ലാത്തവനെ പോലെ നിൽക്കുക. പലപ്പോഴും നമ്മുടെ അവസ്ഥകൾ അങ്ങനെയൊക്കെ തന്നെ. പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും ശൂന്യതയുടെ ഒരു ബോധമാണ്. ശൂന്യതയാണുള്ളത്, ഒന്നുമില്ലാത്തൊരവസ്ഥ. ആ മനുഷ്യൻ വല്ലാതെ നിലവിളിച്ച് ദൈവത്തോട് പറയുന്നത്, ദൈവമേ എന്നാ എനിക്ക് നീ ഒരു തലമുറ തരുന്നത്? ആ രാത്രിയിൽ ദൈവം എന്നോട് സംസാരിക്കുന്നത്. ആര് പറഞ്ഞു? എലിയാസർ അവകാശിയാകാൻ പോകുന്നത്? നിന്റെ അധ്വാനത്തിന്റെ ഫലം. ആ സംഘത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? നിന്റെ അധ്വാനത്തിന്റെ ഫലം എലിയാസർ തിന്നുന്നില്ല. നിന്റെ അധ്വാനത്തിന്റെ ഫലം തിന്നുവാൻ
നിന്റെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുവാൻ നിന്നിൽ നിന്ന് തന്നെ ഒരു സന്തതി ഞാൻ തരാൻ പോവുകയാണ്. അതാണ് ദൈവത്തിന്റെ പ്രോമിസ്. ഇനി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വർഷങ്ങൾ കടന്നു പോയാലും ആ വിശ്വാസം ഉറപ്പിക്കത്തക്ക നിലയിൽ ദൈവം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെ ബോറടിപ്പിക്കുകയല്ല പറയുന്നത്, നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി കർത്താവ്. പ്രായം കുറെ കടന്നുപോയി, 99 വയസ്സായി. 99 വയസ്സായപ്പോഴും ദൈവത്തിന് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നീ നിന്റെ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നാൽ മാത്രം മതി, നിന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കും. നേരെ ജോലി നടന്നോ, ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യും. പറഞ്ഞ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് നീ വിശ്വസ്തനായിട്ട് നിന്നാൽ മതി. മനുഷ്യൻ അവിശ്വസ്തനായാലും വിശ്വസ്തനായി പാർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് ആ കാര്യത്തിൽ ഭയങ്കര നിർബന്ധമുണ്ട്. താൻ വിശ്വസ്തനായിരിക്കുന്ന പോലെ നമ്മളും വിശ്വസ്തരായി തീരണമെന്ന്. പക്ഷേ 96 വയസ്സിലേക്ക് വന്നപ്പോൾ കുറച്ച് കാഴ്ചപ്പാടിനൊക്കെ ഒരു വ്യത്യാസം, ചിന്താഗതികൾക്കൊക്കെ പ്രായം കൊണ്ട് പോകുന്നതനുസരിച്ച് അതിൻ്റെതായ ചിന്താഗതികളിൽ വ്യത്യാസം വരുമല്ലോ. അബ്രഹാം ആ സമയത്ത് ഇസ്മായിലിനുണ്ടായി. ആ ഇസ്മായിലിനെ ചേർത്ത് പിടിച്ചത് പറയുകയാണ്, ഇവൻ മതി, ഇവൻ ആ വാക്തത്വ. പലപ്പോഴും താൽക്കാലിക അനുഗ്രഹങ്ങളെല്ലാം ചേർത്ത് പിടിച്ചിട്ട് നമ്മളും പറയും ഇത് ദൈവഹിതമാണ്, ഇതാണ് ദൈവത്തിന്റെ വലിയ പദ്ധതി. അല്ല 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 പ്രിയരെ, താൽക്കാലികമായി നമുക്ക് കിട്ടുന്ന സംതൃപ്തിയൊന്നും അല്ല ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ളതാണ്. അതിലൊരു പെർഫെക്ഷൻ ഉണ്ട്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് പലതും അപൂർണമായിരിക്കാം, പക്ഷേ പൂർണ്ണമായത് വരുമ്പോ അംശമായ നീങ്ങിപ്പോകും. നമ്മൾ വായിക്കുന്ന പോലെ അതിലെ പൂർണ്ണത വെളിപ്പെടാൻ പോകുന്നേ ഉള്ളെന്ന് ഇന്ന് രാത്രി ദൈവസഭ ഓർക്കണം. ഇപ്പോൾ ഉള്ളതല്ല യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, അത് വ്യക്തന്മാർ കാണാനിരിക്കുന്നതേ ഉള്ളൂ, അത് ദൈവസഭയിൽ വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി എത്ര പേരോട് ചേർന്ന് ആമേൻ പറയും? ഹല്ലേലൂയ. പൂർണ്ണമായത് വെളിപ്പെടാൻ പോവുകയാണ്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ എന്ന് നമ്മൾ വായിക്കുന്നു. ശക്തനായവൻ വലിയവ ചെയ്യുന്ന ഇന്ന് രാത്രി ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ മാതാപിതാക്കൾ എല്ലാവരും ചേർന്ന് ഒരുപോലെ വിശ്വസിക്കണം. ശക്തനായ ദൈവം എനിക്ക് വേണ്ടി വലിയ ചെയ്യും. ഇന്ന് രാത്രി എത്ര പേര് പറയും, എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് ആഴിയിൽ പാത തീർക്കാൻ പറ്റും. മണിക്കൂറിൽ 200 മൈലിലധികം സ്പീഡില് ഒരു കാറ്റിനെ അടിച്ച് ഹല്ലേലൂയ ഇസ്രായേലിനെ ചെങ്കടലിലൂടെ നടത്താൻ ദൈവത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ദൈവത്തിന് നിസ്സാരമാണ് ചെയ്യാവുന്ന കാര്യമില്ല. നമുക്കിതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ വായിക്കും, ഞാൻ സർവശക്തനായ ദൈവമാണ്, ഞാൻ സർവശക്തനായ ദൈവമാണ്, ഞാൻ സകല ജഡത്തിന്റെ ദൈവമാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നമ്മുടെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? രാത്രി പറ, ഒന്നുമില്ല, ഒന്നുമില്ല. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. മരിച്ചവസ്ഥയാണോ, നിർജീവാവസ്ഥയാണോ, അതിന് ഒരു റിന്യൂവൽ ചെയ്യാൻ, ഒരു റെസ്റ്റോറേഷൻ ചെയ്യുവാൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? Our God is a God of restoration. ചിതറിപ്പോയത്, അന്യമായി പോയത്, ശിഥിലമാക്കപ്പെട്ടതിനെ കൂട്ടിയോജിപ്പിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ ഹല്ലേലൂയ ഇനി ഒരിക്കലും കൂട്ടിയോജിപ്പിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന പല പല അവസ്ഥകൾ ഈ ദേശത്ത് തന്നെ അത്രത്തോളം ധാരാളം കുടുംബങ്ങളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. നിങ്ങൾ ദൈവസഭയായിരുന്നു പ്രാർത്ഥിച്ചാൽ മതി. ശിഥിലമാക്കപ്പെട്ട അനേക കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അവരെ ദൈവസഭയോട് യോജിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കണം. നമ്മുടെ ദൈവം യഥാസ്ഥാപനത്തിന്റെ ദൈവമാണ്. നമ്മുടെ ദൈവം കൂട്ടിയോജിപ്പിക്കുന്ന ദൈവമാണ്. ദർശനം കണ്ടപ്പോൾ യെഹെസ്കേലിനെ കാര്യം അത്രയും ഗ്രഹിക്കാൻ തന്റെ പരിമിതമായ ബുദ്ധിക്ക് കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ദൈവമേ അങ്ങ് അറിയുന്നു, എനിക്ക് പറയത്തില്ല. നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്, നമുക്ക് വലുതും അറിയത്തില്ല. കാരണം നമ്മൾ ബുദ്ധിയിൽ ശിശുക്കളാണ്, നമുക്കൊന്നും അറിയത്തില്ല. നമ്മുടെ ദൈവമാരാണ് സർവജ്ഞാനിയായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. ഒരൊറ്റ വാക്കുകൊണ്ട് സകല ചരാചരങ്ങളെ വിളിച്ചു വരുത്തിയവനാണ്. ഒരു ദിവസം വായിക്കുന്നത്, ഉണ്ടാകട്ടെ ഒരൊറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ, സകലമായി. 4 ദിക്കിലും കാറ്റടിച്ചു. ആ ഒരൊറ്റ കാറ്റടിച്ചതേ ഉള്ളൂ. ഉണങ്ങിക്കിടന്ന ചിതറിക്കിടന്ന അസ്ഥികളെല്ലാം എന്ത് ചെയ്തു? അസ്ഥിയോട് ചേർന്നു, മാംസം മാംസത്തോട് ചേർന്നു, തൊക്ക് തൊക്കിനോട് ചേർന്ന് അതിലെ പൂർവ്വസ്ഥിതിയിലായി എഴുന്നേറ്റൊരു മഹാസൈന്യമായി നിന്നതുപോലെ ഈ കാലത്ത് നഷ്ടപ്പെട്ട പലതും, കൈമോശം സംഭവിച്ച പലതിനെയും ആരെ കൂട്ടിയോജിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവസഭ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ
വേറൊരു കുടുംബത്തിലല്ല, നിന്നിൽ നിന്ന് അവനെ ഉറപ്പിച്ചു. 99 വയസ്സ് ദൈവം എന്താ പറഞ്ഞറിയാമോ? ഇസ്മായിലല്ല ഞാൻ പറഞ്ഞ ആക്ച്വൽ സന്തതി. നീ വിചാരിക്കും അതായിരിക്കും. താൽക്കാലികമായ കംഫർട്ട് സോണിനെ നോക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ദൈവത്തിന്റെ എക്സാക്ട് അല്ല. ദൈവം പറയുകയാണ് ആദ്യത്തെ സന്തതി ജനിക്കാനിരിക്കുന്നവരോടൊന്നും. എന്നിട്ട് ഒരു കാര്യം കൂടെ അവനോട് പറഞ്ഞു, അവൻ ഇസ്ഹാക്കിന് പേരിടണം. ഇത്രയും നാൾ മറഞ്ഞിരുന്നൊരു കാര്യം കൂടെ ദൈവം അന്ന് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുത്തു, അന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. നമ്മൾ പലതും മറന്നു പോകും, നമ്മുടെ ഓർമ്മയിൽ നിന്ന് പലതും പോകും, നമ്മുടെ മെമ്മറിയിൽ നിന്ന് പലതും പോകും. ഹല്ലേലൂയ. നമ്മൾ കുറിച്ചു വെച്ച ഡയറി നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട്. അല്പം മുമ്പ് നമ്മൾ വായിച്ച പോലെ മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, നമ്മൾ മയങ്ങുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ജാഗരിക്കുന്ന സർവശക്തന്റെ കണ്ണുകളുണ്ടെന്നുള്ളത് അത്യുന്നതന്റെ കണ്ണ് നമുക്ക് വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെയ്യാമെന്ന് പറഞ്ഞത് നിവർത്തിക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ കർത്താവ്. അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വായിക്കുന്നത്. ബന്ധപ്പാട് എന്താണെന്ന് ബന്ധപ്പെടുന്നവർക്കറിയാം. ഒരു തിടുക്കുണ്ടല്ലേ, സമയം പോകുന്നത് കാണുമ്പോൾ പെട്ടെന്ന് എന്താണ്, രാവിലെ ഓഫീസിൽ പോകണം, അവിടെ കൃത്യസമയത്ത് പഞ്ച് ചെയ്യണം. ഭയങ്കര ധൃതിയല്ലേ, പെട്ടെന്ന് ഹരിപരിയായിട്ട് എല്ലാം ചെയ്ത് പെട്ടെന്ന് അവിടെ ചെല്ലണം. അവിടെ ചെന്ന് പഞ്ചിനൊക്കെ ചെയ്ത് കഴിയുമ്പോഴൊക്കെ ഒരാശുപത്രി കൃത്യസമയത്ത് എനിക്ക് അനുഭവിക്കാൻ പറ്റി. അപ്പോൾ ആ ദൈവം ഒരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്തിലേക്കാണ് ഈ പ്രോമിസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്പം കർത്താവ് ഓർപ്പിച്ചു, അപ്പത്തെ വെള്ളത്തിന്മേല് പ്രോമിസസ് എല്ലാം നേരത്തെ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട് കേട്ടോ. അത് മറുപടിയായിട്ടാണ് വരാൻ പോകുന്നത്. ഹല്ലേലൂയ. കണ്ണിനോടെ വിധിച്ചതൊക്കെ ആർപ്പോടെ കൊയ്യാൻ പോകുന്നത് ഒരു വലിയൊരു ഹാർവസ്റ്റ് നമുക്ക് വേണ്ടി ദൈവം ശേഖരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ. ആർപ്പോടെ കൊയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ണുനീരോടെ ഇവിടെ വിതച്ചുകൊണ്ടിരിക്കുക, ഈ ദേശത്ത് വിതച്ചുകൊണ്ടിരിക്കുക, ഇവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഓരോ കണ്ണുനീർ ഒഴുകിക്കൊണ്ട് നമ്മൾ ഹല്ലേലൂയ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വിതയുടെ ഫലം എത്രയും വേഗം നമ്മുടെ കർത്താവ് നമുക്ക് തരും ഇന്ന് രാത്രി. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഓരോ ആഴ്ചയും ടെസ്റ്റുപടി കർത്താവ് പുതിയ ആളെ കൂടുതലായ സ്തോത്രം, ദേശത്തൊരു വലിയ പ്രവൃത്തി ചെയ്യുന്നതിനായ സ്തോത്രം, കർത്താവ് ചില കുടുംബങ്ങളെ യോജിപ്പിച്ചതിനായ സ്തോത്രം, ചില തലമുറകളിൽ ദൈവം തന്നെ പ്രവൃത്തി അയച്ചതിനായ സ്തോത്രം. എത്ര ഹാപ്പി ആയിട്ടുള്ള ടെസ്റ്റുപടി ഇതുണ്ടാവുന്നത്. ഇത് നമ്മൾ വിശ്വസിക്കണം. ഇത് വിശ്വസിച്ചാലേ അത് അതുപോലെ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. വിശ്വസിച്ചു. രണ്ടുപേരുടെ ശരീരം വീക്കായിരുന്നു. പക്ഷേ ശരീരം വീക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് മാറിയിരുന്നില്ല. അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഞാൻ ആ വാക്യങ്ങളെല്ലാം അവരെടുത്ത് വായിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി വായിച്ച വാക്യമാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, രണ്ടുപേരും എന്ത് ചെയ്യുന്നറിയാമോ? അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. നമ്മൾ എനിക്ക് 25 ദിവസത്തിൽ എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഒരു അരമണിക്കൂറിന്റെ ചെയ്യുമ്പോഴല്ല, അരമണിക്കൂർ പാസ്റ്റർ ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നതാണ് അവരോട് ചോദിക്കുന്നത്. 25 ദിവസത്തിൽ എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ദൈവത്തിന്റെ പ്രോമിസസ് നിറവേറുന്നതിന് വേണ്ടിയുള്ള അതിനെ ത്വരിതപ്പെടുത്തുന്ന പ്രാർത്ഥനയായിരുന്നു അവരുടെ ഹാലിലെ വെൺമാടത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മറന്നു നിന്ന് ചിരിച്ചതും കവണോടി ചിരിച്ചതും ഒക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ അതൊന്നും ഒരു വിലഹീനതയായിരുന്നു. കണക്കിടാതെ ചെയ്യാമെന്ന് പറഞ്ഞത് നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. നമുക്ക് പല വിലഹീനതകളുണ്ട്, പ്രാർത്ഥനാ കുറവുകൾ നമുക്കുണ്ട്, അവിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ തിരുവചനം പറയുന്നത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകരുതെന്നാണ്. നമ്മുടെ ഉള്ളിൽ അവിശ്വാസത്തിന്റെ കണിക വന്നാൽ അന്നേരം തന്നെ അതിനെ എന്ത് ചെയ്യണം? ശാസിക്കണം. ഇന്ന് രാത്രി എത്ര പേര് അതിനു വേണ്ടി തയ്യാറാകും? എത്ര പേര് അതിനു വേണ്ടി ഒരുങ്ങും? അവിശ്വാസം എന്റെ ഉള്ളിൽ വന്നാൽ അവിശ്വാസം അത് ദൈവത്താലല്ല വന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കുവാനുള്ള വിശ്വാസം ആർജിച്ചെടുക്കുന്ന, വിശ്വാസത്തിന്റെ ഗ്രാഫ് ഉയർത്തുന്ന ഭക്തന്മാരായി ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള ദൈവസഭ മാറണം. അവർ 25 വർഷം ചെയ്തുകൊണ്ടിരുന്നതാണ്. അവർ പവർ സ്റ്റേഷനിൽ തന്നെ എപ്പോഴും ഇരുന്നത്. അവരവിടെ നിന്ന് അവരെ തന്നെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വിശ്വാസത്തിൽ ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. കുറെ നാളായല്ലോ ഉപസിക്കാൻ തുടങ്ങിയിട്ട്, കുറെ നാളായല്ലോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, കുറെ സമ്പാദ്യങ്ങളും എല്ലാം ഉണ്ടായല്ലോ. എന്നാ ഒരു തലമുറ ഈ ചോദ്യമൊക്കെ കേട്ട് വല്ലാതെ ഫിടപ്പായിരിക്കുന്ന സന്ദർഭം. പക്ഷെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുമ്പോൾ എന്താണെന്ന് അറിയാമോ? ബലഹീന ശരീരം ബലമുള്ളതായിട്ട് മാറുകയും അവിടെ
അവിടെ ചാർജാകപ്പെടുകയാണ്. ഹാലലുയ. അത് റീചാർജിംഗ് പവർ സ്റ്റേഷനായിട്ട് അത് മാറുകയാണ്. പ്രാർത്ഥനാ മുറി ഹാലലുയ നമ്മെ തന്നെ പണിതെടുക്കുന്ന മുറിയായി അത് മാറുമെന്നുള്ളത് ഇതിനകത്ത് നമ്മൾ മറന്നു പോകരുത്. ഹാലലുയ. ആ സമയത്ത് 3,000, 7,000, 21,000, 40,000 ഉപവാസത്തിന്റെ ദിവസങ്ങൾ എത്ര കടന്നു പോയാലും ശരീരം ഹാലലുയ ക്ഷീണിച്ചു പോകുന്നില്ലെന്ന്. ഹാലലുയ. കാരണം അകത്ത മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. 25 വർഷത്തെ പ്രാർത്ഥന അവരുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നെങ്കിൽ അവരുടെ ഉള്ളിലെ അവിശ്വാസത്തെ അവർ ശാസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിനെ അതിജീവിച്ചുകൊണ്ട് അവരെ പ്രാർത്ഥിച്ചത്. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. ദൈവമേ, അങ്ങല്ലേ പറഞ്ഞത് തരാമെന്ന്, അങ്ങല്ലേ നിവർത്തിച്ചു തരാമെന്ന് പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അവർ രണ്ടുപേരും ഐകമത്യപ്പെട്ട് ഹാലലുയ രണ്ടുപേർ ഐകമത്യപ്പെട്ട് ഈ ഭൂമിയിൽ യാചിക്കുന്നതിന് കർത്താവ് മറുപടി തരാതിരിക്കുമോ? തിരുവചനം നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയ പിതാവും പ്രിയ മാതാവും ചേർന്ന് ഐകമത്യപ്പെട്ട് ആ വിഷയത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന്റെ നിവൃത്തിയാണ് 21-ാം അധ്യായം ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നത്. പറഞ്ഞത് വാഗ്ദത്തം സാറയ്ക്ക് ദൈവം നിവർത്തിച്ചു കൊടുത്തു. വാഗ്ദത്തത്തിന്റെ കാത്തിരിപ്പ് വെറുതെ ഒന്നും ആവത്തില്ല. അതിന് 5 വർഷമാകട്ടെ, 10 വർഷമാകട്ടെ, 20 ആകട്ടെ. ഹാലലുയ. സമയം നീണ്ടുപോകുന്നതിനെ കുറിച്ച് ഓർത്തൊന്നും ഭാരപ്പെടണ്ട. ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് ഓർപ്പിക്കാൻ അവസാനിക്കുകയാണ്. ബുക്ക് ഓഫ് ഹീബ്രൂസിൽ നമുക്ക് വായിക്കാൻ കഴിയും. 11:11 നമ്മൾ ഇങ്ങനെ വായിക്കുക. 11-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചോട്ടെ. എബ്രായലേഖനം 11:11. വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതിയപ്പോൾ അവർ കാണിച്ച എന്തെങ്കിലും അവിശ്വാസത്തിന്റെ പ്രവൃത്തികളോ മറഞ്ഞെന്ന് ചിരിച്ചതോ കവണെന്ന് ചിരിച്ചതോ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. രണ്ടുപേർക്കും വിശ്വാസം ഉണ്ടായിരുന്നു. രണ്ടുപേരും വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസത്താൽ അബ്രഹാം കാണിപ്പാനിക്കുന്ന ദേശത്തെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് തന്റെ തലമുറകളോട് ചേർന്ന് തന്റെ കൊച്ചുമക്കളോട് ചേർന്ന് നമ്മളിവിടെ സോജനേഴ്സാണ്, പരദേശികളാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടാരങ്ങളിൽ മാറി മാറി പാർത്ത് ദൈവം സൃഷ്ടിയാൽ നിൽപ്പിച്ചതും അടിസ്ഥാന നഗരത്തിന് വേണ്ടി നോക്കി പാർക്കാമെന്ന് പറഞ്ഞ് അവരെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അത് പറഞ്ഞിട്ട് സാറയെ കുറിച്ചുള്ള പരാമർശം നമ്മൾ എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ സാറ എന്ത് ചെയ്തെന്നാണ്. വിശ്വാസത്താൽ സാറ ബഹുജാതികൾക്ക് പിതാവായി നിൽക്കുന്നവന്റെ കൂടെ തന്നെ നിന്നു. പ്രിയ അച്ചായന്റെ കൂടെ തന്നെ അമ്മാമയിൽ നിന്നു. അതേ വിശ്വാസത്തിൽ തന്നെ നിന്നു. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ പ്രിയ പിതാവിനോട് ചേർന്ന് നിന്നതുകൊണ്ട് തിരുവചനം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുക. നമ്മുടെ വിശ്വാസത്തിനും ഉറപ്പിനും വേണ്ടി ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശ്വാസത്താൽ സാറ എന്ത് ചെയ്തു? വാഗ്ദത്തം ചെയ്ത ദൈവത്തെ അവിശ്വസിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ അവിശ്വസിച്ചു എന്നല്ല, പിന്നെയോ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തനെന്നെ. വിശ്വസ്തനെന്ന് ഇന്ന് രാത്രി ചേർന്ന് പറയാമോ? വിശ്വസ്തനെന്നെ. ഇന്ന് രാത്രി നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവം നിവർത്തി തരുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ ദൈവത്തെ വിശ്വസ്തനെന്നുവാൻ ഞാൻ തയ്യാറാണ്. എനിക്കും ആ ദൈവത്തിന്റെ വിശ്വസ്തത ജീവിതത്തിൽ കാണാം. അവിടെ തീർന്നില്ല. അവിടെ എഴുതിയിരിക്കണം വാഗ്ദത്തം ചെയ്തതിനെ വിശ്വസ്തനെ നേടി. അടുത്തത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങളാരെങ്കിലും കണ്ടോ? അത് അടുത്തത് എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? പ്രായം കഴിഞ്ഞിട്ടും. ആരാ പറഞ്ഞു പ്രായം കഴിഞ്ഞു? ആരാ പറഞ്ഞത് സമയം കഴിഞ്ഞു പോയെന്ന്? ആരാ പറഞ്ഞത് ഇനി അത്ഭുതമൊന്നും നടക്കത്തില്ലെന്ന്? ആരാ പറഞ്ഞത് ദേശത്ത് ഇനി ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ലെന്ന്? ആരാ പറഞ്ഞ കുടുംബത്തിനകത്ത് തലമുറയ്ക്കകത്ത് ദൈവസഭയ്ക്കകത്ത് ഒരു അത്ഭുതവും ഒരു ദൈവപ്രവൃത്തിയും അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ നടക്കില്ലെന്ന് ആരാ പറഞ്ഞത്? അവിശ്വാസത്തിന്റെ വാക്ക് പറയുന്നത് ദുഷ്ടമാണ്. ദുഷ്ടം പറയുന്നതായിരിക്കും. പക്ഷേ ഹാലലുയ ദൈവം ഒരിക്കലും പറയുന്നില്ല. ഹാലലുയ അവിടെ എഴുതിയിരിക്കുന്നത് പ്രായം കടന്നു പോയിട്ടും എന്ത് ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ? പ്രായം കുറെ കടന്നു പോയെന്നുള്ളത് മനുഷ്യന്റെ വിചാരമാണ്, അല്ലേ? മനുഷ്യന്റെ ദൃഷ്ടിയിലാണ് അവർക്ക് 100 വയസ്സ് 90 വയസ്സ് എന്നൊക്കെ പറയുന്ന ആ വലിയ പ്രായം എന്ന് പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് വലിയ പ്രായമൊന്നുമല്ല. പ്രായം കടന്നുപോയിട്ടും അടുത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രായം കടന്നുപോയിട്ടും പുത്രോത്പാദനത്തിനുള്ള ശക്തി തിരികെ പ്രാപിച്ചെന്ന ഇന്ന് രാത്രിയില്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചത്, നമ്മുടെ ദൈവം യഥാസ്ഥാപനത്തിന്റെ ദൈവമാണ്. എന്താ നന്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്? ദൈവകൃപയാണ് നഷ്ടപ്പെട്ടു പോയത്? ശക്തിയാണോ ചോർന്നു പോയത്? ഹാലലുയ നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിക്കും. ശിംശോൻ പറഞ്ഞ പോലെ പറയണ്ട. ഒരിക്കൽ മാത്രമായിട്ടല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നിലനിൽക്കുന്നത് ആവശ്യം. അവൻ ഒരിക്കലേക്ക് ആവശ്യപ്പെട്ടുള്ളെങ്കിലും ദൈവം ആ ആഗ്രഹത്തെ മാനിച്ചു. ഹാലലുയ നമുക്ക് എപ്പോഴും ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ഹാലലുയ പുത്രോത്പാദനത്തിനുള്ള ശക്തി ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഹാലലുയ എല്ലാം നഷ്ടപ്പെട്ട ഒരു ശൂന്യമായ
ശക്തമായ ഫലവുമായിട്ടായിരിക്കാം നാം ഇന്ന് രാത്രി യുവജനത്തിന് മുമ്പാകെ ആയിരിക്കുന്നത്. കർത്താവിന്റെ വാക്കിന് ഒന്ന് വരയിറക്കുവാൻ, കർത്താവിന്റെ പ്രോമിസസിനെ ഒന്ന് കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ ഇന്ന് രാത്രി ദൈവസഭ തയ്യാറായാൽ പറഞ്ഞത് നിവർത്തിച്ചു തരുവാൻ ദൈവം വിശ്വസന ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവമേ അവിടുത്തെ പ്രവൃത്തിയെ അവിടുന്ന് ജീവിപ്പിക്കണമേ. യേശുവിന്റെ അധികാരങ്ങളുടെ നാമത്തില് ദൈവസഭയ്ക്കകത്ത് അവിടുന്ന് കാലാകാലങ്ങളിൽ ചെയ്തിരിക്കുന്ന അവിടുത്തെ പ്രോമിസസ് സമയബന്ധിതമായി നിറവേറ്റുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾ ഇന്ന് രാത്രി പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കർത്താവ് ഒന്നും വൈകി പോകുന്നില്ല. എല്ലാം ശ്രേഷ്ഠകരമായതെന്ന് മുൻകരുതിയിരിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് വായിക്കുന്ന പോലെ നന്മയ്ക്കായാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി ഒരുപടി കൂടെ കടന്ന് ഞങ്ങളൊന്ന് വിശ്വസിക്കുകയാണ്. പലപ്പോഴും വൈകുന്നതിൽ നിങ്ങൾക്ക് പരിഭവമുണ്ട്, ഞങ്ങളിൽ വേദനയുടെ പ്രയാസമുണ്ട്, പലരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ ഒന്ന് വിശ്വസിക്കുന്നു, അങ്ങന്റെ തല ഉയർത്തുന്നവനാ, അങ്ങ് വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചു തന്ന് ശത്രുക്കളുടെ നടുവിൽ മേശയൊരുക്കി മാനിക്കുവാനും ശക്തനാണെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുകയാണ്. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമാകും